ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മണത്തക്കാളി ചീര കൊണ്ടുള്ള തോരനാണ്. നമ്മുടെ വായ്പുണ്ണിനും വയറിലൊക്കെ പുണ്ണൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ മണത്തക്കാളി കഴിക്കണത്. അപ്പോൾ മണത്തക്കാളി കൊണ്ടുള്ള തോരനാണ് ഉണ്ടാക്കാൻ പോണത്. എൻ്റെ മോന് വായിൽ പുണ്ണ് വന്നപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞാണ് ഇതൊന്ന് കറി ഉണ്ടാക്കി കൊടുത്തോളൂ, അപ്പോൾ തന്നെ ശരിയായിക്കോളൂന്ന്. അങ്ങനെയാണ് ഞാനിത് തോരൻ വയ്ക്കാൻ വിചാരിച്ചത് കേട്ടോ. ഇതിവിടെ വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ നാട്ടിൽ പറമ്പിലൊക്കെ കാണില്ലേ, നല്ലോണം കാണാറുണ്ട് മണത്തക്കാളി. ചെറിയ ചെറിയ കുഞ്ഞി ചുണ്ടങ്ങ പോലത്തെ അതിൻ്റെ കായൊക്കെ ആയിട്ട് ഇതാ കാണില്ലേ, ഇത് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇതിൻ്റെ കായ കാണിച്ചു തരാം. ഇതുപോലെ ഇരിക്കും അതിൻ്റെ പൂവും. നമ്മുടെ മുളകിൻ്റെ ഇല പോലെ ഇരിക്കും എൻ്റെ ഇല. ചെറിയ ചെറിയ കായകളുണ്ടാവും അതിൽ. അപ്പോൾ നമ്മുടെ പറമ്പുകളിലൊക്കെ ധാരാളം കാണാറുണ്ട് പണ്ടൊക്കെ. ശരിക്കും മുളകിൻ്റെ ഇല പോലത്തെ ഇലയാണ് കേട്ടോ. പിന്നെ അതിന് പൂ കണ്ടാലും അതുപോലെ ഇരിക്കും, മുളകിൻ്റെ പോലെ ഇരിക്കും. പക്ഷേ അതിൻ്റെ കായ നമ്മുടെ ചെറിയ ചുണ്ടങ്ങയില്ലേ അതേപോലെ ഇരിക്കും. അത് പണ്ട് എൻ്റെ അമ്മ അതുകൊണ്ട് കൊണ്ടാട്ടനൊക്കെ ഉണക്കി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇതാ കാണണ്ടോ നിങ്ങൾക്ക്? ഇതാണ് അതിൻ്റെ കായ കേട്ടോ, നമ്മുടെ ചുണ്ടങ്ങയുടെ ചെറുത്. ഇതാണ് മണത്തക്കാളി. ഇതുകൊണ്ട് നമുക്ക് കൊണ്ടാട്ടനൊക്കെ ഉണ്ടാക്കാം. ഇത് നമുക്ക് ഇതുകൊണ്ട് തോരൻ വയ്ക്കാനാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇതും നമുക്ക് തോരനിലിടാം കേട്ടോ. ഇത് എങ്ങനെ പൊട്ടിച്ചെടുക്കാമെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ കിളുന്ത ഇലകൾ നമുക്ക് പൊട്ടിച്ചെടുക്കാം. മോൾ ഭാഗത്തെ ഇങ്ങനെ തലപ്പില്ലേ അതിൻ്റെ അത് പൊട്ടിക്കാം. പിന്നെ അതിൻ്റെ ഇലകളും എടുക്കാം. തണ്ട് കുറച്ച് മൂത്തായിരിക്കും, അത് ശരിക്കും വേവില്ല. അപ്പോൾ തണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഇലയും പൂവും കായൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് നന്നാക്കണത് കേട്ടോ. അപ്പോൾ കുറച്ചേ കിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ വലിയൊരു ചെടി, മുളകിൻ്റെ ചെടിയുടെ അത്രയും ഒന്ന് ചെടി അത്. അപ്പോൾ അതിൻ്റെ ഇലകളല്ലേ പൊട്ടിച്ചെടുക്കാൻ പറ്റുള്ളൂ, തണ്ട് അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ എൻ്റെ ഇലയൊക്കെ പൊട്ടിച്ചെടുത്ത് അത് നന്നാക്കി വെച്ചു. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതിവിടെ വാങ്ങിക്കാൻ കിട്ടും, ചെന്നൈയാണ്, ചെന്നൈയിൽ ഇത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് വരാം. ഞാൻ കഴുകി കൊണ്ടുവന്നു. ഇനി ഇത് നന്നായിട്ട് ചീര അരിയില്ലേ നമ്മൾ, അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനത് അരിഞ്ഞെടുക്കട്ടെ. നല്ല ചെറുതായിട്ട് അരിയണം, അപ്പോൾ തോരൻ നല്ല സ്വാദുണ്ടായിരിക്കും. ഇതേപോലെ ഞാനത് അരിഞ്ഞെടുത്തു കേട്ടോ. ഇതിപ്പോൾ ഒരു 2 പേർക്ക് കഴിക്കാനുള്ള തോരനേ ഉണ്ടാവുള്ളൂ. ഇത് ഇനി നന്നായി ചുരുങ്ങൂലോ നമ്മൾ ഉണ്ടാക്കുമ്പോഴേ. അപ്പോൾ അത് അരിഞ്ഞ് വെച്ചു. ഇനി ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ. ഒരു സവോളയും 2 പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. സവോള ഞാൻ അരിഞ്ഞ് വെച്ചു കേട്ടോ. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചു. പാൻ ചൂടായപ്പോൾ അതിലേക്ക് നമ്മൾ 2 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കടലപ്പരിപ്പ് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുത്ത് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. പാൻ ഇങ്ങനെ പരന്നിട്ടല്ലേ ആകെ കടുക് പൊട്ടിച്ചെതറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചീര ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കിക്കോളൂ കേട്ടോ. ഇനി നല്ലോണം ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി ചേർക്കണം കേട്ടോ. ഉപ്പ് എല്ലായിടത്തും പിടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ചേർക്കുക. ഇപ്പോൾ നമ്മൾ ഉപ്പ് എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പിലേക്ക് നോക്കാം. അപ്പോൾ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചു. അതിലേക്ക് സവോള അരിഞ്ഞത് ആദ്യം ഇട്ട് കൊടുത്തു. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നെ നാളികേരം ചിരകിയതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് കറക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ഞാനത് അരച്ചു കൊണ്ടുവന്നു. അരയ്ക്കാന്ന് പറഞ്ഞാൽ ചതച്ചാൽ മതി കേട്ടോ. അപ്പോൾ ചതച്ച് കൊണ്ടുവന്നു. അത് നമുക്ക് ഉപ്പേരിയിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പേരിയല്ല, തോരനിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തോരനിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തോരൻ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നാളികേരം ചതച്ച് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തോളൂ. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. ഇലയല്ലേ, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ തന്നെ പകുതി വേവായിട്ടുണ്ട്. ഇനി നാളികേരത്തിൻ്റെ ആ ടേസ്റ്റും കൂടി അതിലൊന്നും പിടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊന്ന് അടച്ച് വയ്ക്കാം ഒരു 5 മിനിറ്റ് കേട്ടോ. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് തുറന്ന് നോക്കാം. നല്ല സൂപ്പർ തോരൻ തയ്യാറായിട്ടോ. നോക്കൂ, നല്ലോണം ഉലർന്ന് കിട്ടിയിട്ടുണ്ട്. തീരെ വെള്ളമില്ല, തീരെ കട്ടയായിട്ടില്ല. നല്ല ടേസ്റ്റുള്ള നല്ല തോരനാണ് കേട്ടോ. എല്ലാവരെയും മണത്തക്കാളി കിട്ടുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ.
പിന്നെ വായിലെ പുണ്ണിനും വയറിൽ ഉണ്ടാവുന്ന പുണ്ണിനും വളരെ നല്ലതാട്ടോ, എനിക്ക് അനുഭവം കൊണ്ട് പറയാണ്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം. അതുപോലെ എല്ലാവരും ഷെയർ ചെയ്യണം. പിന്നെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, അഭിപ്രായം പറയുക. പിന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. ബെല്ലൈക്കൺ അമർത്തുമ്പോൾ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം കേട്ടോ. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.